നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് ബ്രസീലിൻ്റെ അരങ്ങേറ്റ ദിനമായിരുന്നു. ആദ്യം പാൽമരാസ് FC പോർട്ടോയുമായിട്ട് സമനിലയിൽ പിരിഞ്ഞു. പിന്നാലെ ബോട്ടഫാഗോ വിജയിച്ച് കയറിയിരിക്കുന്നു. MLS ക്ലബ്ബായ സിയാറ്റിൽ സൗണ്ടേഴ്സിനെ 1-2 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി കുഞ്ഞയും ഹീസസുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. അസിസ്റ്റുമായിട്ട് അലക്സ് ടെല്ലസും വിറ്റിഞ്ഞോയും. 2-1 വിജയം നേടുമ്പോൾ മറുഭാഗത്ത് റോൾദാനാണ് സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ ഗോൾ കണ്ടെത്തിയത്. ഈ മത്സരത്തിൽ കളിയുടെ തുടക്കത്തിൽ അത്ര ഒരു മികവ് ബോട്ടഫാഗോ കാഴ്ചവെച്ചില്ലെങ്കിലും ആദ്യ പകുതിയിൽ അവർ പിന്നീട് അങ്ങോട്ട് മികച്ച പ്രകടനത്തിലേക്ക് തന്നെ പോയി. അതിൻ്റെ ഫലമായിട്ടാണ് അവർ 2 ഗോളുകൾ നേടിയത്. പക്ഷേ രണ്ടാം പകുതിയിൽ സിയാറ്റിൽ സൗണ്ടേഴ്സാണ് ആധിപത്യം പുലർത്തിയത്. ബോട്ടഫാഗോ ശരിക്കും സ്ട്രഗിൾ ചെയ്തു. കോച്ച് പറഞ്ഞത് ഫിസിക്കലി ഞങ്ങൾ പുറകിൽ പോയി എന്നാണ്. സംഗതി എന്തായാലും പിന്നെ ഒരു ഗോള് സിയാറ്റിൽ സൗണ്ടേഴ്സ് മടക്കി അടിച്ചെങ്കിലും 2-1 വിജയം സ്വന്തമാക്കാൻ ബോട്ടഫാഗോക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിൽ ബോട്ടഫാഗോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഇഗോർ ഹീസസും അതുപോലെ തന്നെ മസ്ട്രിയാനിയുമാണ് ആദ്യ 11 ഉണ്ടായിരുന്നത്. ഡിഫൻസിൽ അലക്സ് ടെല്ലസ് ഉണ്ടായിരുന്നു. മത്സരത്തിൻ്റെ 28ാമത്തെ മിനിറ്റിലാണ് ജെയർ കുഞ്ഞയുടെ ഗോൾ പിറക്കുന്നത്. ആ ഗോളിനാണ് ബോട്ടഫാഗോ ലീഡ് പിടിക്കുന്നത്. ആ ഗോളിൻ്റെ അസിസ്റ്റ് കൊടുത്തത് അലക്സ് ടെല്ലസ് ആയിരുന്നു. പിന്നാലെ വിറ്റിഞ്ഞോയുടെ അസിസ്റ്റിൽ നിന്ന് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് വിറ്റിഞ്ഞയുടെ അസിസ്റ്റിൽ നിന്ന് ഇഗോർ ഹീസസും ഗോളടിച്ചപ്പോൾ ഇടവേള സമയത്ത് 2-0 മുന്നിലായിരുന്നു ബോട്ടഫാഗോ FC. എന്നാൽ രണ്ടാം പകുതിയിൽ കളി പിടിക്കാൻ ശ്രമിച്ച സിയാറ്റിൽ സൗണ്ടേഴ്സ് 75ാമത്തെ മിനിറ്റിൽ റോൾദനിലൂടെ ഒരു ഗോൾ മടക്കിയടിച്ചു. എന്തായാലും 2-1 വിജയമാണ് ബ്രസീൽ ടീം സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടുകൂടി ഗ്രൂപ്പ് ബി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയാണ്. ഗ്രൂപ്പ് ബിയിൽ PSG ആണ് ഒരു കളി 3 പോയിൻ്റ്. അവർ 4 ഗോളിന് വിജയിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ഒന്നാമതും. ബോട്ടഫാഗോക്കും ഒരു കളി 3 പോയിൻ്റ്. പക്ഷേ ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസത്തിൽ അവർ രണ്ടാമത് നിൽക്കുന്നു. സിയാറ്റിൽ സൗണ്ടേഴ്സും അത്ലറ്റിക്കോ മാഡ്രിഡുമാണ് ഈ ഗ്രൂപ്പിൽ പോയിൻ്റ് ഒന്നുമില്ലാതെ ഇപ്പോൾ നിൽക്കുന്നത്. കാര്യങ്ങൾ തീ പറക്കുന്ന രൂപത്തിലേക്ക് മാറും. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിനെ തിരിച്ച് കയറണമെങ്കിൽ ബോട്ടഫാഗോയെ പരാജയപ്പെടുത്തണം, സിയാറ്റിൽ സൗണ്ടേഴ്സിനെ പരാജയപ്പെടുത്തണം. അത്ലറ്റിക്കോ മാഡ്രിഡിന് മുന്നിൽ കാര്യങ്ങൾ ദുഷ്കരമാകുമ്പോൾ അവരുടെ ടീം കടുത്ത പോരാട്ടത്തിലേക്ക് പോകും. അത് തീ പറക്കുന്ന പോരാട്ടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.